അന്നം തരുന്ന കർഷകർ ഡൽഹിയിൽ പോരാടുമ്പോൾ മോദി അങ്ങ് അബുദാബിയിൽ പൂജ നടത്തുകയാണോ? ഇത് മോദിയുടെ ഹിന്ദുത്വ ഭാരതമാണ്. ഇവിടെ പാവങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഡൽഹിയിൽ പോലീസും കർഷകരും തമ്മിൽ സംഘർഷം രൂക്ഷമാകുമ്പോഴും അങ്ങ് അബുദാബിയിൽ മോദിയുടെ ക്ഷേത്ര ഉദ്ഘാടനവും. ഇത് മനുഷ്യ മനസ്സിനെ കടന്നാക്രമിക്കുന്ന നിമിഷം. നീതിന്യായത്തിനായി സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഈ കർഷകർ യാചിക്കുന്നതും കേഴുന്നതും അധികാരികളുടെ കുത്തകയല്ല, പാവപ്പെട്ടവന്റെ അർഹത തന്നെയാണ്. ബെൻസ് കാറോ വലിയ മണിമാളികയോ അല്ല, പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടിന്റെ വിലയാണ് അവർ ചോദിക്കുന്നത്. അയോധ്യ പണിതത് 1800 കോടി രൂപ ചിലവഴിച്ച്. വിശ്വാസികൾക്ക് വേണ്ടി മോദി ഇത്രയുമൊക്കെ ചെയ്യുമ്പോൾ ഈ പാവങ്ങൾക്ക് നീതി നടപ്പാക്കുന്നത് ആരാണ്? ഒന്ന് ഓർക്കുക, മോദി സർക്കാരെ ഇന്ത്യൻ കർഷകർ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ പങ്കുവഹിക്കുന്നവരാണ്. അതിനാൽ അവരെ വെറുപ്പിക്കാതിരുന്നാൽ നന്ന്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ 2020 കർഷകരുടെ ഉപരോധം, ദേശീയപാത തടയൽ എന്നിവ രണ്ടാം മോദി സർക്കാർ നേരിട്ട വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു. മോദി സർക്കാരെ നിങ്ങൾ ഒരു പ്രസ്താവന നടത്തിയല്ലോ, അടുത്ത തവണ അധികാരത്തിലെത്തിയാൽ ഇന്ത്യ ലോകത്തിലെ 3ാം വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്ന്. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണോ? അല്ലെങ്കിൽ പിന്നെ എന്തിനീ ക്രൂരത കർഷകരോട് കാട്ടുന്നു? ഭാരതം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് മലയാളത്തിൽ സദസ്സിനെ അഭിസംബോധന ചെയ്ത മോദിക്ക് കർഷക സമരത്തിൽ പറയാൻ വാക്കുകളില്ല. 2047 ഇന്ത്യ വികസിത രാജ്യമായി മാറുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കോടികൾ മുടക്കി ക്ഷേത്രം പണിത മോദി സർക്കാർ ഇവരുടെ മുറവിളിയൊന്ന് കേൾക്കണം. കർഷകരുടെ മരണനിരക്ക് എത്രത്തോളമുണ്ട് എന്ന് പരിശോധിച്ചാൽ നല്ലതാണ്. നമ്മൾ വിഴുങ്ങുന്നതും GST കൂട്ടി ലാഭം കണ്ടെത്തുന്നതും ഇവരുടെ വിയർപ്പാണ് എന്ന് ഓർത്താൽ നല്ലത്. ഇവർ വിചാരിച്ചാൽ രാജ്യം പട്ടിണി കിടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം തുടങ്ങിയ സമരത്തിൽ കാണാൻ കഴിഞ്ഞത് ഒരു യുദ്ധക്കളം തന്നെയാണെന്ന് പറയേണ്ടി വരും. നീതിക്കായി പോരാടിയ കർഷകർ പോലീസിനെ കണ്ടും ഭയപ്പെട്ടില്ല. പോലീസുമായുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായ സാഹചര്യത്തിലും പ്രക്ഷോഭവുമായി കർഷകർ മുന്നോട്ട് തന്നെ നീങ്ങി. രാജ്യ തലസ്ഥാനത്തേക്കുള്ള കർഷക മാർച്ചിന്റെ ഭാഗമായി ഹരിയാനയിലെ ശംഭു അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇവിടെ രൂപപ്പെട്ടിരുന്നു. ഡൽഹിയിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ഉറച്ചുനിന്ന കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ഷെല്ലുകളും ജലപീരങ്കിയും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചെങ്കിലും അവർ തളർന്നില്ല. നിലവിൽ ഹരിയാനയിലെ അംബാലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ശംഭു അതിർത്തിയിൽ സ്ഥിതി വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വീണ്ടും നമ്മുടെ ഇന്ത്യ ഒരു കലാപഭൂമിയായി മാറുമോ എന്നതാണ് എല്ലാവരുടെയും ആശങ്കയും. 2021 ഡിസംബർ 9 ഒന്നാം കർഷക പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൽകിയ വാഗ്ദാനം പാലിക്കാത്തത് മോദിയുടെ പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഈ കർഷക സമരം BJPക്ക് ഒരു ഭീഷണിയാകുമോ എന്നും മറ്റുള്ളവരും ഉറ്റുനോക്കുന്നുണ്ട്. ഡൽഹിയിൽ സിംഗു, ട്രിക്കി, ഗാസിപൂർ അതിർത്തികളുടെ ഇരുവശങ്ങളും കോൺക്രീറ്റ് മതിൽ നിർമ്മിച്ചും മീറ്ററുകൾ വീതിയുള്ള മുള്ളുവേലികളാൽ ബന്ധിപ്പിച്ച് ഇരുമ്പ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചും അടച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മോദി സർക്കാരെ നിങ്ങൾക്ക്? കർഷകരും പോലീസും മുഖാമുഖം നിൽക്കുമ്പോൾ ഇനിയെങ്കിലും മൗനം വെടിഞ്ഞൂടെ? ചർച്ചകൾ പലതും ഉണ്ടായിട്ടും നടത്തിയിട്ടും കാര്യമില്ലാത്തത് കൊണ്ടാണല്ലോ കർഷകർ ഇന്ന് ജീവൻ പോലും പണയപ്പെടുത്തി സമരത്തിന് മുന്നിൽ ഇറങ്ങിയത്. ഇനിയെങ്കിലും പറഞ്ഞ വാക്കിന് അല്പമെങ്കിലും വില കൊടുക്കൂ. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 40 CRPF സേനാംഗങ്ങളുടെ ധീര രക്തസാക്ഷിത്വത്തിന് ഇന്ന് 5 വയസ്സ് തികയുമ്പോൾ ഇതുകൂടി ഓർക്കുന്നത് നല്ലതാണ്. നമ്മളുടെ ജീവനു വേണ്ടി സൈനികർ കാവൽ നിൽക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനും ആവശ്യത്തിനും വേണ്ടി രാപ്പകലില്ലാതെ പാടത്ത് മഴയും വെയിലും കൊണ്ട് മുണ്ടുമുറുക്കി പട്ടിണി കിടന്ന ഒരു പറ്റം കർഷകരെ ഇവർക്ക് നീതി ലഭിക്കുന്നത് എന്നാണ്?